നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവില്ലായ്മയും ചിട്ടയായ പ്രവർത്തനവും കാരണം. ബിജെപി സ്ഥാനാർത്ഥികൾ മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിൽ മുന്നേറിയപ്പോൾ ഇടത് കോട്ടകളിലും മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും പോലും ബിജെപി കടന്നുകയറി ഞെട്ടിച്ചു. വോട്ട് വിഹിതത്തിൽ CPM അല്പം മുന്നിലാണെങ്കിലും ഓരോ സീറ്റ് വീതം നേടി കേരളത്തിലെ ഭരണകക്ഷിയും ബിജെപിയും ഇപ്പോൾ ഒപ്പത്തിനൊപ്പമായി. കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയതാണ് CPM-ഉം ഘടകകക്ഷികളും. എന്നാൽ ഫലം വന്നപ്പോൾ ബഹുദൂരം പിന്നിലാക്കാൻ NDA സ്ഥാനാർത്ഥികൾക്ക് ആയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പലതവണ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. മുമ്പില്ലാത്ത വിധത്തിൽ മോദി തരംഗം ഇത്തവണ കേരളത്തിൽ ഉണ്ടായെന്നത് ബോധ്യപ്പെടുത്തുന്നതാണ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് നേട്ടം. ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിച്ച് വോട്ട് നേടാൻ ഇരു മുന്നണികളും മത്സരിച്ചപ്പോൾ കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിൽ ഇടം പിടിക്കാൻ NDA സ്ഥാനാർത്ഥികൾക്കായി. തലസ്ഥാന ജില്ലയിൽ 2 കേന്ദ്രമന്ത്രിമാരെ മത്സരിപ്പിച്ചാണ് ബിജെപി ഓട്ടത്തിന് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ V മുരളീധരനും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരത്തിനെത്തുന്നത്. പ്രതിയോഗികളുടെ ആരോപണങ്ങൾക്കെല്ലാം ചുട്ട മറുപടി നൽകി ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നേറി ജയത്തിനടുത്ത് വരെ എത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരിന്റെ ഭൂരിപക്ഷം 16,000-ലേക്ക് ഒതുക്കാനും സാധിച്ചു. ഇടതിന് ഒരു മണ്ഡലത്തിൽ പോലും മുന്നിലെത്താനായില്ല. രാജീവ് ചന്ദ്രശേഖറിന് 3,42,078 വോട്ട് നേടാനായി. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി V മുരളീധരനെ കളത്തിലിറക്കിയപ്പോൾ സിറ്റിംഗ് MP അടൂർ പ്രകാശും LDF സ്ഥാനാർത്ഥി V ജോയിയും ഏറെ വിയർപ്പൊഴുക്കേണ്ടി വന്നു. ഫോട്ടോ ഫിനിഷിംഗിലേക്ക് ഫലം എത്തിക്കാൻ സാധിച്ചതും മുരളീധരന്റെ കടന്നുകയറ്റമായിരുന്നു. 3,11,779 വോട്ട് മുരളീധരൻ കരസ്ഥമാക്കി ഇടതുകോട്ടകളെ വിറപ്പിച്ചു. ആദ്യമായി താമര വിരിഞ്ഞ തൃശൂരിലെ സ്ഥാനാർത്ഥി നിർണയം പത്തരമാറ്റായി. ഇടത് MLA-മാർ മാത്രമുള്ള തൃശൂർ ജില്ലയിൽ സുരേഷ് ഗോപി 4,12,338 വോട്ട് നേടി 37.8% വോട്ട് വീതം വർദ്ധിപ്പിച്ചു. കേരളത്തിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാനമായി ഇടം പിടിച്ചതാണ് വയനാട്ടിൽ മത്സരിച്ച ബിജെപി സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും ആലപ്പുഴയിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രനും ആലത്തൂരിൽ മത്സരിച്ച ഡോക്ടർ TN സരസുവും. ഭൂരിപക്ഷം 5 ലക്ഷത്തിലധികം നേടുമെന്ന വ്യാമോഹവുമായി എത്തിയ രാഹുൽ ഗാന്ധിയെ പിടിച്ചുകെട്ടി ഭൂരിപക്ഷം കുറപ്പിച്ചു K സുരേന്ദ്രൻ. ഹൈറേഞ്ച് മേഖലയിൽ NDA-യുടെ വോട്ട് വിഹിതം 11% ഉയർത്താൻ സുരേന്ദ്രനായി. ശോഭ സുരേന്ദ്രൻ 2,99,648 വോട്ട് നേടി 28.3% വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. CPM-ന്റെ സിറ്റിംഗ് MP ആയിരുന്ന ആരിഫ് തോൽക്കുക മാത്രമല്ല, ഇടതിന്റെ ചുവപ്പുകോട്ടകളെ ബിജെപിയിലേക്ക് അടുപ്പിക്കാനും സാധിച്ചു. ആലത്തൂരിൽ 1,88,230 വോട്ട് കരസ്ഥമാക്കി NDA-യുടെ വോട്ട് വീതം 18.94% ഡോക്ടർ TN സരസു. മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിലെ അപ്രതീക്ഷിത കടന്നുകയറ്റമാണ് ബിജെപി നടത്തിയത്. മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും മണ്ഡലം LDF-നെ കൈവിട്ടതിനുള്ള പ്രധാന കാരണം ബിജെപിയാണ്. രഘുനാഥിനെ കളത്തിലിറക്കിയതാണ് ഇതിന് കാരണമായത്. പിണറായി വിജയന്റെ കോട്ടയിൽ NDA 11.27% വോട്ട് വീതം നേടി ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്.